അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത്. അച്ഛൻ ഇറങ്ങിയില്ലേ? സമയമായി പോണ്ടേ? പൊന്നോക്കളെ 5 മിനിറ്റ് ഈ മുണ്ട് വയറ് ചുറ്റി വരണ്ടേ? സാധാരണ ഒരുങ്ങാൻ പെണ്ണുങ്ങൾക്ക് സമയം എടുക്കണം. ഇവിടെ നേരെ തിരിച്ചാണല്ലോ. അച്ഛാ അച്ഛനും മോള് ഇതുവരെ പോയില്ലേ? എവിടെ? അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സാറിന്റെ മുഖത്തൊരു വാട്ടം? അറിഞ്ഞൂടി? എടാ, നിന്റെ മൂക്കിന്റെ താഴെ വളരുന്നത് മീശയല്ലേ, അല്ലാതെ ഉമിക്കരി ഒന്നും അല്ലല്ലോ. ആ പക്വതെങ്കിലും കാണിക്കടാ. അല്ലെങ്കിൽ തന്നെ എല്ലാ കല്യാണത്തിനും കൂടെ വരണം. നിനക്കെന്താണ് ഇത്ര നിർബന്ധം? ഈ മീശ ഉള്ളവരെ കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാലേ പടവലത്തെ അപ്പൂപ്പിനെ നെയ്യാറ്റിക്കരയിലെ അപ്പൂപ്പിനെ വീട്ടിൽ തന്നെ ഇരുത്തേണ്ടി വരും. ഇത് പൊടി മീശ, അത് നരച്ച മീശ, വ്യത്യാസമുണ്ട് കേട്ടാ. ഓ എടാ, ഇത് സിദ്ധുവിന്റെ ഏതോ ഒരു ബന്ധുവിന്റെ കല്യാണമാണ്. ഒന്നാമത് അവിടെ ഒരു സംസാരമുണ്ട്. ലച്ചു എപ്പോ കല്യാണത്തിന് വന്നാലും അച്ഛനെ അമ്മേനെ അനിയത്തിമാരെ അനിയനെ കൊണ്ടൊക്കെ വന്നേന്ന് ഒരു ലോറിക്കകത്ത്. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണേ? അതുകൊണ്ടാ. ആരങ്ങനെ പറഞ്ഞത്? അതാരായിക്കോട്ടെ, വെറുതെ എന്തിനാന്നേ. അവള് പറഞ്ഞാലും കാര്യമില്ലേ? ഒരു കല്യാണത്തിന് വിളിച്ച് എല്ലാവരോടും പോകുന്ന എന്തിനാ? നാണക്കേട്. അതുകൊണ്ടാണ് മിനിമലായിട്ട് ഞാൻ അച്ഛനെ മാത്രം വിളിച്ചുകൊണ്ട് പോണത്. അച്ഛൻ വന്നേ, അച്ഛൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ്. സുന്ദരനായിട്ടുണ്ട്. ആരെങ്കിലും കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അലക്കി തേച്ച ഉടുപ്പിട്ടോണ്ട് ഇറങ്ങിക്കോണം. എടാ കളവുകാശു, എന്റെ മോളെ സംബന്ധക്കാരെ കല്യാണത്തിനാണ് പോണത്, അല്ല വിളിക്കാതെ ചെയ്യണല്ല. എന്നാ അച്ഛന്റെ മോനെ വിളിക്കാത്ത കല്യാണത്തിനാണ് അച്ഛനീ പോണെന്നുള്ള കാര്യം ഓർത്താ കൊള്ളാം. അയ്യോടാ, ജനാർദ്ദനന്റെ അളിയന്റെ അല്ലേ മച്ചബീര മോനാണ് എന്നെ നേരിട്ട് ഒന്ന് വിളിച്ചത് അല്ലേ? അല്ലാതെ ഞാൻ വെറുതെ സദ്യ ഉണ്ടാക്കാറ് പോവല്ലടാ കൊതിയാ. പിന്നെ നിന്നെ കല്യാണം വിളിക്കാത്ത കാര്യം നിനക്കുള്ള പ്രായമായില്ല. കല്യാണം വിളിക്കാനൊക്കെ പ്രായമുണ്ടോ? കല്യാണം വിളിക്കാനും പ്രായം, കല്യാണം കഴിക്കാനും പ്രായം. അച്ഛൻ എന്തിനാ ഈ പാൽക്കുപ്പി പയ്യന്മാരൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കണേ? അവിടെ ഊണിന് മുന്നേ എത്തണ്ടേ? മുഹൂർത്തം കഴിഞ്ഞു പോണ്ടേ? നമ്മൾ രണ്ടുപേരും പിന്നെ നീരുമില്ല. ആട്ടാക്കി നിന്നോണം. ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യം മൊത്തം. നിന്റെ അടുത്തോട് ഞാൻ പറഞ്ഞത്. നോക്കണേ. വിഷമിക്കണ്ട, പോട്ടെ. പാറുവേ, എന്തിനാണ് പുതിയ പാത്രമൊക്കെ മേടിച്ചു തന്നിട്ടും നിന്റെ പൂച്ച പാൽ കുടിച്ചു കഴിഞ്ഞില്ലേ? ചില സമയം മടിയാ പാൽ കുടിക്കാൻ. നിന്റെ പൂച്ച നിന്നെ പോലെ തന്നെയല്ലേ പാൽ കുടിക്കാൻ മടിയെന്ന്? പാറുവേ, ചേട്ടനൊരു കാര്യം ചോദിച്ചാ മകള് സത്യം പറയൂ? ചോദിക്ക്. അച്ഛനും ലച്ചു ചേച്ചിയും കല്യാണത്തിന് പോയപ്പോഴേ മക്കളെ കൊണ്ടുപോകത്തില്ലേ മകൾക്ക് സങ്കടം ഉണ്ടല്ലേ? ഇല്ല, അത്രയും നേരം എനിക്ക് പൂച്ചയായിട്ട് കളിക്കാലോ. പൂച്ചയായിട്ട് കളിക്കാല്ലേ? ഈ പൂച്ച വന്ന് കയറി ശരിച്ചേട്ടാ നീ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് പോലും നിനക്ക് അറിഞ്ഞൂടാ. എന്തിനാ ശ്രദ്ധിക്കണം? എന്തിനാ ശ്രദ്ധിക്കുന്നതെന്ന് ശ്രദ്ധിക്കണ്ട നീങ്ങണോന്ന്. ഡേ, കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ പറഞ്ഞാണ് നിന്റെ പൂച്ചയെ കൊണ്ട് കളയൊന്ന്. ഇത്തവണ ഞാൻ ഒറിജിനലായിട്ട് കൊണ്ട് പാറയുടെ തൂക്കിയെടുത്ത് എറിഞ്ഞേ. എന്നാ ചേട്ടനടുത്ത് തൂക്കിയെടുത്ത് പറമിടും. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ പൂച്ചയെ പിടിച്ചെടുത്ത് പാല് കൊട്. കൂച്ചട്ട് ഇന്റെ പൂച്ച. പൂച്ചയ്ക്ക് ഒരു പേരുണ്ട്, അത് വിളിച്ചാൽ മതി. ഓടി, ഞാനിനി പൂച്ചയുടെ പേരും പൂച്ചയുടെ ഇൻഷലും പിന്നെ വീട്ടുപേരും കൂടെ ചേർത്ത് ഞാൻ വിളിക്കാൻ. ഇനി ചേച്ചി കല്യാണത്തിന് കൊണ്ടത്തിന് നല്ല വിഷമം ഉണ്ടല്ലോ ഇപ്പോഴും. ആർക്ക് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. എടാ, നിന്റെ നെറ്റിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ നല്ല വിഷമം ഉണ്ടെന്നുണ്ട്. ചേച്ചി നമ്മുടെ കുടുംബപരമല്ലോ കേട്ടോ. ചേച്ചി വെറുതെ ഇതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട. എടാ, അബദ്ധത്തിലാണെങ്കിലും നീ ഈ പറഞ്ഞ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാം. സത്യം പറയല്ലേ, എനിക്ക് ഞാൻ പോവാതിരുന്നതാണ്. കാരണം ഈ ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിന്റെ ഇടയ്ക്ക് പോയി നിൽക്കാൻ ഇപ്പം അങ്ങോട്ട് വയ്യ. എന്തോ ഒരു മടുപ്പ്. എന്താ ഇൻട്രോ വരട്ടാ? അങ്ങനായി വരുവാണോ എന്നൊരു സംശയം എനിക്ക്. തേങ്ങ. എടാ, കല്യാണത്തിന് കൊണ്ടുപോകാത്തതിന്റെ വിഷമത്തിൽ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഞാൻ വന്നു കയറിയ ആളാ, അപ്പൊ എന്നെ കൊണ്ടുപോയില്ല, ഓക്കെ സമ്മതിച്ച്. പക്ഷെ നീ അവിടെ സ്വന്തം അനിയനല്ലേ, എന്നിട്ടും കൊണ്ടുപോയില്ലല്ലോടാ. അതുകൊണ്ട് സ്വന്തം അനിയനല്ലേ, തവിടെ കൊടുത്തല്ലോ വാങ്ങിച്ചാന്നു. എന്നെ തവിട് കൊടുത്തോ അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്തോ എങ്ങനെ വേണേലും മേടിച്ചോട്ട്. ഇനി ഇതേപോലെ കല്യാണത്തിന്റെ കാര്യം വല്ലതും സംസാരിക്കാൻ വന്നാ ആ വീട് കണ്ടല്ലേ, അതിന്റെ ഫ്രണ്ടിൽ ഒരു നീല ടാർപ്പയും 19 ചുവന്ന കസേരയും വരും. മാർച്ചിലാണ് എന്റെ ബർത്ത്ഡേ, നീ ഇപ്പഴേ ടാർപ്പിടാൻ പോണോ? ഈ പോക്കാണെങ്കിൽ അതുവരെ പോകൂല. ചേച്ചിയുടെ ചാക്കാതെ ആവശ്യിക്കുന്നു. എന്നെ ശരിക്കും അറിഞ്ഞൂടാ. ചുമ്മാ പറഞ്ഞായിരിക്കല്ലേ? ചുമ്മാ അറിഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. പൊടി. പിന്നെ തട്ടാനാണോ തന്നെ? അത് ഞാൻ ആ സമയത്ത് ദേഷ്യത്തിന് പറഞ്ഞല്ലേ, നമ്മുടെ ഫ്രിഡ്ജില് ചിക്കൻ കറി ഇരിപ്പില്ലായിരുന്നോ ഇന്നലത്തെ, അത് ചൂടാക്കി തരൂ. അത് ഞാൻ ചൂടാക്കി ബ്രെഡിൻ്റെ കൂടെ കഴിച്ച്. വളരെ നല്ല കാര്യം. ഇതെന്താടാ? മുട്ടയും
അച്ചാറ് നല്ല ടേസ്റ്റ് നോക്കട്ടാ. ആ പടന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി കോമ്പിനേഷൻ. ഒരു പപ്പടെങ്കിലും പൊളിച്ചു തരൂ. ഇച്ചിരി ബുദ്ധിമുട്ടാടാ. നല്ല മുട്ട, നാടൻ മുട്ട. അച്ഛതൊന്നും മനഃപൂർവ്വം ചേർന്നല്ലോ, അറിയാതെ സംഭവിച്ചു പോണതല്ലേ? മനപ്പുറം ചെയ്ത് തന്നെ. അല്ല അച്ഛാ, എന്താ ഒന്നുമില്ല. ഒന്നും ബാലിച്ച് ദേഷ്യപ്പെടുന്നത്. ചന്ദ്രു വെച്ചാ ഞാൻ എന്താ പറ്റേ ആണം കെട്ട് മക്കളെ അച്ഛന് തെറ്റ് പറ്റിയടാ. അതിന് പറ്റുന്നെല്ലാം തെറ്റാണ്. അതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് പറ്റിയ എന്തിനാണ്? എടാ ബന്ധുക്കളെ ബഹുമാനിക്ക് അറിഞ്ഞോടെ തമ്മിലെ കല്യാണത്തിന് പോകാൻ പാടില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അപ്പൊ അച്ഛനെ ബഹുമാനിച്ചില്ലേ? അപമാനിച്ചാ? അപമാനിച്ചൊന്നുമില്ല. നീ മിണ്ടരുത്, ചെറുകിട്ടാ. എടാ സാധാരണ നമ്മളെ കല്യാണത്തിന് പോകുമ്പോ അവിടെ കവാടത്തിന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ബന്ധുക്കളെ നിൽക്കൂലടാ. എവിടെ അവിടെ ആരും കണ്ടില്ലേ? ബാലിച്ചിനെ സ്വീകരിക്കാൻ ആരുമില്ലായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നു. എന്തോന്ന് ഇവന്റ് മാനേജ്മെന്റ് കോട്ടിട്ട് ഒരു വയറായി കോട്ടുകൊണ്ട് നിൽക്കുന്നു. എന്തോ അത് പോരായിരുന്നോ? അവന്റെ മോളെ കല്യാണത്തിലല്ലേ ഞാൻ പോയത്. ജനാർദ്ദനന്റെ അളിയന്റെ മച്ചമീര മോന്റെ കല്യാണത്തിലല്ലേ ഞാൻ പോയത്. അപ്പൊ ജനാർദ്ദനനെ വന്ന് സ്വീകരിക്കണം, അല്ലെങ്കിൽ അവന്റെ അളിയെ വന്ന് സ്വീകരിക്കണമായിരുന്നു. ഇവിടെ ആരും കണ്ടില്ലല്ലേ ഞാൻ? അച്ഛ കല്യാണ വീടല്ല അച്ഛ, അവരൊക്കെ തിരക്കിലാണ്, അതുകൊണ്ടല്ലേ. തിരക്കില് അത് പാട്ട് വിളിച്ചോടെ മണ്ഡപത്തിന്റെ അത് കൊണ്ടുപോയി കൊണ്ടിരുത്തിയത് അവിടെ അവസാനത്തെ ലാസ്റ്റ് ബെഞ്ചിന്റെ അവിടെ. ഞാൻ സിനിമ കാണാൻ പോയതാ. ഞാനൊരു 100 തവണ പറഞ്ഞതാണ് നമുക്ക് നേരത്തെ പോവാന്ന്. അതുകൊണ്ടല്ലേ മുമ്പത്തെ സീറ്റ് ഒന്നും കിട്ടാതെ. കിട്ടാൻ കല്യാണ പന്തലിൽ ഒരു പൊട്ട് പോലെ ഞാൻ കണ്ട്. എനിക്ക് ഇവിടെ കാണാം ഒന്നാമത് കണ്ടുപിടിയും കണ്ടുവിടാ. അതും പോട്ട് ബന്ധുക്കളല്ലേ പോട്ട് കൊണ്ട് സദ്യ ഉണ്ണാൻ കയറ്റിയിരുത്തി. നല്ല ഒന്നാന്തരം പായസമായിരുന്നു. എന്റെ അടുത്ത് വന്നപ്പോ സ്റ്റോപ്പ് അന്നില്ലേ? ഇല്ല തീർന്നെന്ന് രസം ഒഴിച്ചായിട്ടാന്ന് ചോദിച്ചു. അച്ഛ അതെന്താന്ന് വെച്ചാലേ വിചാരിച്ചേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നു, അതാണ് അച്ഛന് പായസം തികയാന്. എനിക്കും കിട്ടിയില്ല അച്ഛ പായസം. എനിക്ക് കിട്ടില്ല. അടുത്തിരിക്കണം എന്നെ മുഖത്ത് നോക്കിയിട്ട് പാവം. അപ്പൊ ചുരുക്കം പറഞ്ഞ 5 മക്കളുടെ അച്ഛനും ജമ്മിയുമായ എന്റെ അച്ഛനെ കല്യാണത്തിന് ഒരുക്കി കെട്ടി കൊണ്ടുപോയിട്ട് അപമാനിച്ച് തിരിച്ചുകൊണ്ടുവന്നല്ലേ? കേശ് അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ ഇടയിൽ കൂടെ നീ ഒന്നും പറഞ്ഞേട്ടാ. പണ്ട് ആരാണ്ടാ പറയാ, ആനയുടെ വലിപ്പം അറിയാത്തിടത്ത് എഴുന്നള്ളത്തിൽ കൊണ്ട് പോരെന്ന് പറയുമായിരുന്നു. അതുപോലെയാണ് ഇപ്പം. അങ്ങനെ പറയോ? അങ്ങനെ പറയായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയാം. മേലാൽ കുഴിപ്പള്ളത്തെ ഒരു കല്യാണത്തിന് ഞാൻ വരൂല. പായസം ചോറങ്ങി ചോറ് തിന്നി തിന്നി. എന്ത് പറ്റി? കടന്നല്ലോ എത്തിയ പോലെ. സദ്യക്ക് പോയിട്ട് പായസം കിട്ടിയില്ലേ? ആ കാര്യം നീ പറഞ്ഞോ? അപ്പൊ ശരിക്കും പായസം കിട്ടിയില്ലേ? അല്ല ഞാൻ വെറുതെ ചോദിച്ചതാ. ചേച്ചിയിലേ പറഞ്ഞെന്തോ വലിയ കല്യാണമാണെന്നൊക്കെ. ഇനി ഇവിടെ ആരെങ്കിലും പായസത്തിന്റെ കാര്യം പറഞ്ഞാടല്ലോ, എല്ലാത്തിനും തലവണി ഞാൻ പായസം കൊടുത്തു. ഇവിടെ എനിക്ക് അറിഞ്ഞൂടെ, ഞാനിപ്പോ ട്യൂഷന് പോയിട്ട് വരുമായിരുന്നു. ഞാൻ ചേച്ചി ചുമ്മാ വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോ ചുമ്മാ തമാശക്ക് ചോദിച്ചു, എന്ത് ചേച്ചി കല്യാണത്തിന് പോയിട്ട് പായസം കിട്ടിയില്ലേന്ന്. എടുത്തൊഴുകി ചേച്ചി പറഞ്ഞു കിട്ടില്ലാന്ന്. ഞാൻ ചോദിച്ചു എന്താ കിട്ടാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും ചേച്ചി എന്നെ ചാടിക്കടിക്കാൻ വരുന്നു. എന്നെ കൊല്ലാഞ്ഞത് ഭാഗ്യം. എടി ആ ചോദ്യം നീ ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്താ പായസം കിട്ടിയില്ലേന്നാ? തന്നെ ഇതിപ്പോ നീ ചേച്ചിയുടെ ചോദിച്ചാൽ അവിടെ വെക്കട്ടെ. അച്ഛനടുത്തൊന്നും പോയി ഒന്നും ചോദിച്ചല്ലേ. ഞാനൊന്ന് ട്യൂഷൻ പോയപ്പോ തന്നെ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നേ? ഇവിടെ പലതും നടന്നു, അതൊക്കെ പിന്നെ പറഞ്ഞുതരാം സമയം പോലെ. പാവം ബാലിച്ച്. എന്ത് ബാലിച്ച് എന്ത് പറ്റി? ഇപ്പോൾ എന്തോ പറ്റാനാ? പുറത്ത് കാണിക്കുന്നതിനുള്ള ഉള്ളിൽ നല്ല വിഷമമുണ്ട് ബാലിച്ചിന്റെ. വിഷമൊന്നുമില്ല, അതിനൊക്കെ വെറുതെ തോന്നണതായിരിക്കും. തോന്നണതാ? ഞാൻ നോക്കിയപ്പോഴേ ആ ജനാലയെ കൂടെ പുറത്തോട്ട് നോക്കിയിട്ട് ഒരു ഒറ്റ നിപ്പാ കണ്ടാ സഹിക്കാൻ പറ്റത്തില്ല. അച്ഛന് പായസം കിട്ടിയില്ലെന്നേ ഉള്ളൂ, സദ്യയൊക്കെ നല്ലോണം ഉണ്ടതാ. ഇനി പായസം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തോന്ന് സദ്യ? നീ തന്നെ നിന്റെ ഏതോ പൊട്ടക്കവിത എഴുതി വെച്ചിട്ടില്ലേ? പായസം കിട്ടാത്ത സദ്യ പോലെ അപൂർണമായ ജീവിതങ്ങൾ ഭൂമിക്കൊരു ഭാരമാന്ന്. അതിന് ബാലച്ചനൊരു ഭൂമിക്കൊരു ഭാരമായിട്ട് അവിടെ നിൽക്കുവാടി. അച്ഛൻ ഭൂമിക്ക് ഭാരമാണെന്നാ? ചേട്ടാ നീയല്ലേ നിന്റെ പൊട്ടക്കവിത എഴുതി വെച്ചേക്കുന്നത്? ഞാനാണോ? എന്റെ കവിതയിൽ ഞാൻ പലതും എഴുതും. അതിനെന്താ എന്ത് കിണിക്കണേ? ചെയ്യാൻ പാടില്ലേ? ചിരിക്ക്. ചിരിയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അച്ഛൻ എന്റെ അടുത്തുള്ള ദേഷ്യം ഒരിക്കലും മാറൂല എന്നുള്ള ഉദ്ദേശത്തോടെയല്ലേ നീ ചിരിക്കുന്നേ? ഞാൻ കണ്ടു ഉദ്ദേശിച്ചില്ല കേട്ടോ. എന്തോ അവിടെ ഇവിടെ നടക്കുന്നേ? ഇവിടെ പലതും നടന്നു. ഞാൻ പിന്നെ പറഞ്ഞ ചേച്ചി എന്തരുത് ഞാൻ എന്തോടാ ഇത്? ഇവള് കാരണം ബാലച്ചൻ വിഷമിച്ച്. അത് കണ്ടപ്പോ എനിക്ക് കുറച്ച് സഹതാപം തോന്നി. അത് തെറ്റാണോ? എന്റെ അച്ഛന് ആരും സഹതാപത്തിന്റെ ആവശ്യമില്ല. അതെ, ഈ സഹതാപവും സഹായമൊക്കെ ഒരാൾ ആവശ്യപ്പെട്ടിട്ടല്ല കൊടുക്കേണ്ടത്, മനസ്സറിഞ്ഞ് കൊടുക്കേണ്ടതാ. നീ ഒരു എഴുത്താടിയല്ലേ, നിനക്ക് മനസ്സിലായി കൂടെ? പായസം തീരാൻ തോന്നിയിട്ടു. നീ ഇപ്പൊ എന്തിനാ വന്നു? നിനക്ക് വൈകിട്ട് ട്യൂഷൻ ഇല്ലായിരുന്നാ? അല്ല ട്യൂഷൻ ഉണ്ട്, ഞാൻ എക്സാം പേപ്പർ കൊണ്ടുപോകാൻ വേണ്ടി. എടുത്തോണ്ട് പോണി. ഒരു 2 ഒന്ന് പോയി തരൂ. ഞാനായി നീ ട്യൂഷനൊന്നും കൊച്ചേ.
സാറില് വിഷമിക്കണ്ട. എനിക്കെന്ത് വിഷമം? അച്ഛാ ഒരു കണക്കിന് ഈ പൂച്ചയായിട്ടൊക്കെ ജനിക്കുന്ന അച്ഛാ നല്ലത്. അതാകുമ്പോ പിന്നെ ആരും കല്യാണത്തിനും വിളിക്കത്തില്ല, കല്യാണത്തിന് വിളിച്ചോണ്ടേ അപമാനിക്കത്തുമില്ല. നിന്നെ കല്യാണത്തിന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഞാൻ അച്ഛനോട് ആവുന്നത് 68 ചോദിച്ചല്ലേ, ഞാൻ പോട്ടാ. അച്ഛല്ലേ അച്ഛാ പറഞ്ഞു എനിക്ക് 18 വയസ്സായിട്ടില്ല, എന്നാലേ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. നീ ഒരിക്കൽ കൂടെ നിർബന്ധിച്ചെങ്കിൽ ഞാൻ നിന്നെ വിട്ടനെ. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി നിർബന്ധിക്കാത്ത എന്തുകൊണ്ടും നന്നായി. ഇനിയിപ്പം ഞാൻ നിർബന്ധിച്ചായിരുന്നെങ്കിൽ അച്ഛൻ എന്നെ കല്യാണത്തിന് കൊണ്ടുപോകും. ഞാനിപ്പോ അച്ഛൻ താടിക്കടത്ത് കൈയും കൊടുത്തിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വന്നേ. അതെന്ത് വർത്താനങ്ങളെ, ഞാൻ പിന്നെ വരാണ്ടിരിക്കുവോ? അല്ല അത് മാത്രമല്ല, പാപ്പയും മമ്മിയും പോയപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞത് അവരാരും വിടില്ല, ഞാൻ എന്തുവായാലും വരണമെന്ന്. പിന്നെ മാത്രമല്ല ബാലോചന എന്നോട് വരുന്നുണ്ട്. അങ്കിൾ എന്തായാലും നാളെ കാണാം. ഓക്കെ, എന്തായാലും വരും. ശരി. ബാലോചന പറഞ്ഞോണ്ടോ? എവിടെ? ഇതേ മറ്റേ ദേവാങ്കിളില്ലേ, പുള്ളിയെ വിളിച്ചത് കഴിഞ്ഞ ദിവസം വന്നിട്ടില്ലായിരുന്നു. സപ്തതിക്ക് വിളിക്കാവുന്നതാ. അത് തന്നെ, അങ്കിളിന്റെ പപ്പയുടെ സപ്തതിയെ കലൊരു വലിയ ഹോളിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. പപ്പയും മമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തുമായാലും പോയേ പറ്റത്തുള്ളൂ. പിന്നെ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ല ബാലോചന പറഞ്ഞു, പപ്പയും മമ്മയൊന്നും ഇല്ലല്ലോ. ഒരു കല്യാണത്തിന് പോയിട്ട് വന്നതിന്റെ ക്ഷീണം അച്ഛനെതിരായിട്ട് മാറിയിട്ടില്ല. അപ്പോഴാണ് ഈ അടുത്ത സപ്തതി. ഇനി അച്ഛനെ കൊണ്ടുപോയി എല്ലാരും കൂടെ അപമാനിക്കല്ലേ? ഓ, ഞാൻ ഇനി ആരോ കല്യാണത്തിന് പോകണില്ല. ഞാൻ ഈ പാറമട വീട്ടിൽ എങ്ങോട്ടും പോകില്ല. ഇവിടെ സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചോളാം. ബാലോച്ചാ, മോള് കൊണ്ടുപോയി അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മരുമോൾ അങ്ങനെ ചെയ്യൂ? ബാലോചന അവിടുത്തെ വലിയ ഗസ്റ്റാണ്. ബാലോച്ച അവിടെ ഈ 10 കസേര ഉണ്ടാവും, സിംഹാസനം പോലെ ഫ്രണ്ടില്. അതിലൊരു കസേര ബാലോചന വേണ്ടി ബുക്ക് ചെയ്തിട്ടേക്കുവാ. പിന്നെ എന്തൊക്കെ ഫുഡുണ്ടെന്നറിയോ? ബാലോചന്റെ സ്വീകരണം എങ്ങനെയാണെന്നറിയോ? പുഡിംഗ് ഉണ്ട്, പായസം കിട്ടാതെ വിഷമിച്ചില്ല ബാലോചന. അവിടെ എത്ര ടൈപ്പ് പായസം ഉണ്ടെന്നറിയോ? പിന്നെ എന്തൊക്കെയാ ബുഫയോ സീ ഫുഡോ എന്തൊക്കെയോ ഉണ്ട്, നോൺ വെജും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബാലോചനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് അച്ഛന് വലിയ അസുഖമുണ്ട് 2 പേരെ നോക്കാൻ. എടി ബാലോചന അവിടുത്തെ VIP അല്ലേ, അപ്പൊ ബാലോചനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ 2 പേരെ നോക്കും. ചെല്ലച്ച, മരുമോളെ അമ്മായിയപ്പന് വേണ്ടി ഇത്രയൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തതല്ലേ, വിഷമിക്കണ്ട, അമ്മായിയപ്പൻ വരും. ബാലോച്ച എന്തുവാലും വരണം, ഇതിന്റെ അഭിമാന പ്രശ്നമാണ്. വരണം വല്ലേ, പോ. ഞാൻ വരും. ചേച്ചി, നമ്മളെ അന്ന് നമ്മുടെ ദിയ ചേച്ചിയുടെ അങ്കിള് സപ്തതി വിളിക്കാൻ വന്നപ്പോഴേ നമ്മളെല്ലാരും കൂടെ ചെല്ലണമെന്നല്ലായിരുന്നോ പറഞ്ഞേ? അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാനും കൂടെ പോയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നാണം കേട്ടവനെ, നിനക്ക് നാണോടാ? അവൾ അച്ഛനെ മാത്രമല്ലേ വിളിച്ചോളൂ. പിന്നെ നീ എന്തിനാ കൂടെ പോണത്? വേണ്ട, കേശു പോണില്ല, പ്രശ്നം തീർന്നില്ലേ? പോണില്ല, വേണ്ട. ഇവിടെ എന്റെ മരുമോൾ റെഡിയായില്ലേ? മരുമോൾ എവിടെയാന്ന് മരുമോളോട് ചോദിക്കും, ഞങ്ങളോടാണോ ചോദിക്കണത്? അതെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ദിയമോളെ കണ്ടുപഠിക്കണം. നീ കൊണ്ടുപോയല്ല, ട്രാൻസ്പോർട്ടിൽ ഇങ്ങനെ തൂക്കി എന്നെ കൊണ്ടുപോയല്ല. അതുപോലെയല്ല എൻ്റെ പൊന്നുമോള് എന്നെ കൊണ്ടുപോകാൻ പോണത്. ഇപ്പം കാറ് വരും, കണ്ടോ? അച്ഛാ, ഇനി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് കരയും. എൻ്റെ ഇതൊരു അബദ്ധം പറ്റിയത് അച്ഛൻ, ഒന്ന് ക്ഷമിക്ക്. ബാലു അത് വിട്ട്, പഴയതൊന്നും മനസ്സിലാക്കുന്ന ശീലം ബാലുവില്ല. നല്ല പായസം നിർത്തിക്കളഞ്ഞ. റെഡി ആയോ? റെഡിയായി മോളെ. ഇതുപോലെ ഈ ഷർട്ടാണോ ഇടുന്നത്? ഇത് എന്താ കൊള്ളാം, കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട്. കൂടിയ കോട്ടൺ ഷർട്ടാണ്. ശർവാണി ഉണ്ടോ ബാലോച്ച? ഷർവാണി. ഷർവാണി ഇടാൻ പറ്റിയ ബോഡി ഷേപ്പ്. ചേച്ചി കൊണ്ടുപോകണത് ആ അങ്കിളുടെ സപ്തതിക്കല്ലേ, അല്ല അച്ഛന്റെ സപ്തതിക്കൊന്നും അല്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാ? എനിക്ക് അഭിപ്രായം പറയാം, കാരണം ഇത് എന്റെ അച്ഛനാണ്. നിന്റെ അച്ഛനാണെങ്കിലേ ഇതെന്റെ ഒരേ ഒരു അമ്മായിച്ചനാ. മോളെ ദിയ പ്ലീസ്, നല്ല ഒരു കാര്യത്തിൽ ഇറങ്ങിയല്ലേ, അപ്പൊ ഇങ്ങനെ വഴി കൂടിയാലോ. നമുക്ക് നേരത്തെ പോകണ്ടേ ഇവിടെ? അയ്യോ ബാലോച്ച, അങ്ങനെ നേരത്തെ പോകണം താമസിച്ച് പോകണമെന്നൊന്നും ഇല്ല. നമ്മൾ എപ്പോ ചെന്നാലും നമ്മൾ ചീഫ് ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കസേര അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ബുഫേ ആയതുകൊണ്ട് പായസം തീർന്നു പോകുന്നില്ല, ആവശ്യത്തിനുണ്ട്. പിന്നെ മരുമോളും അമ്മായിയപ്പനും കൂടെ ഒന്ന് പോയിട്ട് വാ. പോട്ടെ പോട്ടെ കേശു. അല്ല പിന്നെ ഞാനും കൂടെ വന്നാ കുഴപ്പമുണ്ടോ കേശു? ബാലോച്ച കാറ് വെയിറ്റിംഗാ. കമാ. പറഞ്ഞല്ലോ നാണം കെടണ്ടെന്ന്, എല്ലാ കാര്യം ഉണ്ടായിരുന്നു. പോയിട്ട് വരട്ടെ. കാറിലേ പോത്തുള്ളൂ.
ശല്യാണല്ലോ. ഒരു സാധനവും സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. എന്താ ചേച്ചി? പട്ടിനെയും പൂച്ചനെയൊക്കെ മര്യാദക്ക് വളർത്തിക്കോളത്. എന്തുവാ ഇത്? അവൾ അറിയാതെ ചെയ്തായിരിക്കും ചേച്ചി. അറിയാതെ ചെയ്താണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പൂച്ചയെടുത്ത് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ചേച്ചി? ചേച്ചിക്ക് വട്ട്. ആടി എനിക്ക് വട്ടാ. ഇനിയിപ്പോ എല്ലാരും കൂടെ പറഞ്ഞ പ്രാന്തി കൂടെ ആക്ക്. ചേച്ചി ആരുടെത്തെങ്കിലും ഉള്ള ദേഷ്യം വെറുതെ ആ പൂച്ചയെടുത്തും പാറിന്റെ അടുത്തും കാണിക്കല്ലേ. എന്താ ആരെങ്കിലും ഒരു ദേഷ്യോ? അപ്പൊ നീ കാണിച്ചു കൂട്ടിയതൊന്നും കണ്ടില്ലേ? അല്ലെങ്കിൽ എനിക്ക് ആരോട് ദേഷ്യം? ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അല്ല ഈ മോൾക്ക് ചെയ്യാൻ പറ്റാത്തത് മരുമോള് ചെയ്യുമ്പോ ആർക്കായാലും സ്വാഭാവികമായിട്ടും മരുമോളോട് ദേഷ്യം വരും. അല്ലടി പാറു? കല്യാണങ്ങളൊക്കെ ഇനിയും വരുമല്ലോ. അപ്പൊ ഞാൻ അച്ഛനെ കയ്യിലെടുത്തോളാം. കല്യാണം വന്നിട്ട് കാര്യമില്ലല്ലോ. അച്ഛൻ കല്യാണത്തിന് വന്നാലേ ചേച്ചിക്ക് അച്ഛനെ കയ്യിലെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം. എന്റെ ചേച്ചി അച്ഛൻ ഭീഷ്മ ശബ്ദം എടുത്തേക്കല്ലേ? ശബ്ദമല്ലേ? അതൊക്കെ ഞാൻ മാറ്റിക്കോളാം. ഒന്നും പറ്റൂല. എനിക്ക് തോന്നണം അച്ഛന്റെ ശബ്ദം ഈ കല്ലിൽ എഴുതിയത് പോലെയാണ്. അങ്ങനെ പെട്ടെന്ന് തേച്ചാലും മാച്ചാലും ഒന്നും പോവില്ല. പിന്നെ ഇപ്പൊ പോയി സത്യതി പരിപാടിയുടെ കഴിയുമ്പോ ചേച്ചിയുടെ സ്ഥാനം അച്ഛന്റെ മനസ്സിൽ മറ്റേ ഈ ബാഹുബലി സിനിമയ്ക്കകത്ത് വലിയ മറ്റേ പ്രതിമയുടെ അടിയിൽ കുഞ്ഞു പ്രതിമ ഇരിക്കൂലേ, അതേപോലെ ആയിരിക്കും. ഒട്ടും വില കാണത്തില്ല. ദാരുണം. മരുമകളുടെ സ്ഥാനം മകളെക്കാളും വലുതായിരിക്കും. യെസ്. എടാ എന്റെ സ്ഥാനം നീ വീട്ടിൽ എവിടെയും പോവില്ല കേട്ടാ. എന്റെ സ്ഥാനം ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കും. അത് എന്ത് വില കൊടുത്ത് ഞാൻ അച്ഛനെ നേടിയെടുക്കുകയും ചെയ്യും. നീ നോക്കിക്കോ. പൊളിക്കും. പൊളിക്കും. ചേച്ചി എന്തെങ്കിലും ചെയ്തോ, പക്ഷെ തുമ്പയൊന്നും ചെയ്യല്ലേ. നിനക്ക് പൂച്ചത്തോര വേണമെങ്കിൽ ഇപ്പൊ ഇതിന് എടുത്തോണ്ട് വെക്കും. എടീ പൂച്ചത്തോരം വേണ്ടെങ്കിൽ എടുത്തോണ്ട് പോവായി. ചേച്ചിനെ എടുത്തതാ. നീ ആദ്യം പാത്രമൊക്കെ മര്യാദയ്ക്ക് വെക്കണം. ഞാൻ എന്തിനു പാത്രം വെക്കണം? പൂച്ച വാ തുമ്പി നമുക്ക് പോവാ. കഷ്ടമാ. എന്താണ് ചേച്ചി പിന്നെയും തൂലി എടുത്താ? പെട്ടെന്നൊരു ആശയം മനസ്സിൽ വന്നപ്പോ എഴുതിയതാ. മറന്നുകൊണ്ടല്ലോ എന്ന് വിചാരിച്ച്. അയച്ചു നോക്കണ. എന്താണ് സാധാരണ? അയച്ചു നോക്ക്. സാധാരണ ഇങ്ങനെ തരാറുള്ളതല്ലല്ലോ. നോക്ക്. അച്ഛന്റെ മകൾ കോരിച്ചൊരിയുന്ന മഴയത്ത് കൊടയാണച്ഛൻ. കുത്തിയൊലിക്കുന്ന പേമാരിയിലെ തോണിയാണച്ഛൻ. ട്രാഫിക് ബ്ലോക്കിലെ പച്ച സിഗ്നലാണ് അച്ഛനെന്നാ. അല്ല, ആ അച്ഛൻ്റെ ആദ്യ പുഞ്ചിരിയാണ് മകൾ. ഇന്നലെ വന്നു കയറിയവൾ നാളെ കാണില്ല. എന്നും എന്നും കൂടെ കാണുന്നവൾ മകൾ മാത്രം, മകൾ മാത്രം. സൂപ്പർ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് കൊണ്ട് മാത്രം തികയെന്ന് തോന്നുന്നില്ല കേട്ടാ. എന്ത്? അല്ല അച്ഛനെ സോപ്പിടുന്ന പരിപാടി. അച്ഛനെ സോപ്പിടൊന്നുമല്ല. പിന്നെ ഇങ്ങനെ എന്താണ് കാറിൽ പോയൊരു ഓട്ടോയിൽ വരണേ? എന്താ ചേച്ചാ? നിനക്കൊക്കെ എന്റെ അടുത്ത് ഇത്ര വിരോധം തോന്നുന്നു, വൈരാഗ്യം തോന്നുന്നു. എന്താ എന്ത് സംഭവം? എന്താ എന്താണ് സംഭവിക്കാൻ? പായസം കിട്ടിയില്ല അച്ഛാ. പായസം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇരിക്കാൻ സീറ്റ് പോലും കിട്ടിയില്ല. ഇവളല്ലേ പറഞ്ഞേ അച്ഛനെ ഇരിക്കാൻ എന്തോ രഥോ പിന്നെ സിംഹാസനോ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ. ഇരിക്കാനാ? എണീപ്പിക്കാൻ എന്തിനാ ഇരുത്തണത്? വിവിഐപിയുടെ സീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബാലച്ചനെ എവിടെ കൊണ്ട് ഇരുത്തിയതുവാ. അപ്പൊ തന്നെ എണീപ്പിക്കാനും പറഞ്ഞു. അച്ഛനെ സീറ്റ് നയിപ്പിച്ചുട്ടാ. ഒരു ദയല എണീപ്പിച്ചു വിട്ടടേ. അയ്യ ഇതൊക്കെ മോശമല്ലേ ദിയ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അതും അച്ഛനെ. ഇതിപ്പോ പ്രതീക്ഷിക്കാതെ മേയർ വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഈ മേയറെ കൊണ്ട് പുറകെ എഴുതാൻ പറ്റുമോ? അപ്പൊ ബാലുച്ചനോടൊന്ന് എണ്ണീറ്റ് പുറമോട്ട് പോയിരിക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളു. അതിനാണ് ഈ ബാലുച്ചൻ കിടന്ന് ചാടുന്നത്. അച്ഛനെ പറയാൻ വരുമ്പോ ഇരുന്നുണ്ടായിരുന്നു. അത് പറയാൻ സീറ്റ് വേണ്ടേ? ഹൗസ്ഫുള്ള്. പിന്നെ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ നിൽക്കുമ്പോൾ ഒറ്റ തിപ്പങ്ങ് നീങ്ങി. അച്ഛാ അച്ഛന് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റിയ? അച്ഛാ അയ്യോ ബാലുച്ചനെ കൊണ്ട് പുറകെ കൊണ്ടിരുത്തിരുന്നു. കൂടുതൽ വർത്തമാനം പറയണ്ട. എടി എന്റെ കൂടെ വന്നിട്ടേ അച്ഛന് ഇരിക്കാൻ സീറ്റെങ്കിലും കിട്ടി. നിന്റെ കൂടെ വന്നിട്ട് അച്ഛൻ നിൽക്കുമല്ലേ ചെയ്തത്? ഇപ്പൊ മനസ്സിലായ 10 മരുമകൾ ചമ്മഞ്ഞാലും സ്വന്തം മകളുടെ അത്ര ആവൂലെന്ന്. ഇതിങ്ങനല്ലല്ല. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല, അങ്ങനല്ലേ? സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെ പറയാം. അച്ഛാ അച്ഛൻ ഇനി മരുമകളുടെ കൂടെ കല്യാണത്തിന് സപ്തതിക്ക് ഒന്നും പോണ്ട. അച്ഛന് കല്യാണത്തിന് ഞാൻ കൊണ്ടുപോകും. അയ്യോ എന്നെ വിട്. ആളും ആദരവുള്ള ഒരു ചടങ്ങിനും ബാലേന്ദ്ര തമ്പിയെ പ്രതീക്ഷിക്കണ്ട. പ്രത്യേകിച്ച് മക്കളെ മരുമക്കളെ കാര്യത്തിൽ എന്നെ വിട്. അതും കൂടെ കൊടു. എന്ത്? കവിതയും കൂടെ കൊടുക്കാൻ ഞാൻ തന്നു. കവിതയാ? ഇതിന്റെ ആവശ്യം ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.